ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ ഷാനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ? അതിനായിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഉപ്പുമാവ് മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇരട്ടി നല്ല തിളച്ച ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ അടിപൊളി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവ ഉപ്പുമാവ് റെഡി. അപ്പോൾ എങ്ങനെയാണ് ഈ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായി വന്നു. നമുക്കിതിലേക്ക് 1 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എണ്ണയും നെയ്യും ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ പരിപ്പ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 വറ്റൽമുളക്, ഒരല്പം കാഷ്യൂ നട്ട്സ് ചേർക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. ഒരു നുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്നത് വലിയ കറിവേപ്പിലയാണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഉപ്പുമാവിന് ഉപയോഗിക്കുന്ന റവയാണ്, സൂചി റവ. നിങ്ങൾക്ക് എത്രമാത്രം ഉപ്പുമാവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് റവ എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മീൽ പ്ലാനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഉപ്പുമാവ് പ്രീമിക്സ് ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു റവ നല്ലപോലെ റോസ്റ്റായി കിട്ടണം. അങ്ങനെ നമ്മുടെ റവ പ്രീമിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറട്ടെ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് പറയണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക. നന്നായി തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിലോ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം.